മുക്കാലിന് പാല KSRTC ഗുരുവായൂർ ബസ്സുണ്ട്, ഇന്നും ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ. അതിലുള്ള ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് പോകാൻ. അമ്മായി എല്ലാ മാസവും പോകുന്ന ഒരാളായതുകൊണ്ട് അമ്മായിക്ക് എല്ലാവരെയും അറിയാം. ഇവൻ ഡ്രൈവറും കണ്ടക്ടറും എല്ലാവരുമായിട്ട് നല്ല കൂട്ടാണ് അമ്മായി. പിന്നെ തിരിച്ചുള്ള ഞങ്ങളുടെ വരവ് 12:45 ഒരു ബസ്സുണ്ട് കേട്ടോ ഗുരുവായൂരിന്. എല്ലാം അമ്മായി തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു 7-7:30 ആയപ്പോൾ അവിടെ എത്തി. മീൻസ് 4-5 മണിക്കൂർ. ഇതാ പോകുന്ന എൻ്റെ അമ്മായി. കണ്ടോ, സുന്ദരിക്കുട്ടിയാകുമ്പോൾ. ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ മേടിച്ച് വെച്ചു കേട്ടോ. അവിടെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ നിറയെ ചിന്തിക്കട കാര്യങ്ങൾ ഒക്കെ കയറണം, പർച്ചേസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തൊഴുതിറങ്ങി കഴിയുമ്പോഴത്തേനും പിന്നെ വിശക്കുക. ഞങ്ങൾ പിന്നെ ഫുഡ് പെട്ടെന്നാണ് മീൽസ് കഴിച്ച് വെച്ചിട്ട് ഓടിപ്പോയി. KSRTC ബസ് റെഡിയായിരുന്നു, അതിന് കയറി. ഇവിടെ വന്നപ്പോൾ 5:30 മണിയായിട്ടോ. 5:30 മണി. എന്ത് ഭംഗിയാണെന്നറിയാം അവിടെയൊക്കെ കാണാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പതി ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. അത് ഞാൻ കണ്ടതിൽ വെച്ച് എൻ്റെ സ്വർഗ്ഗലോകം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഗുരുവായൂർ പോയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോകണം കേട്ടോ. ഭഗവാൻ വിളിക്കുന്ന സമയത്തേ നമുക്കവിടെ പോകാനെത്തൂ, നമ്മളവിടെ എത്തുള്ളൂ എന്ന് എല്ലാവരും പറയണത്. പക്ഷേ എനിക്ക് ഇത്രയും നാളായിട്ട് ഓരോ തടസ്സങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നലെ ഞാൻ പോയി കണ്ടു, തൊഴുതു. ഞങ്ങൾ പോകുന്നു കേട്ടോ. 1000 രൂപയുടെ നെയ്വിളക്ക് കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ നിൽക്കണ്ട, നമുക്ക് തൊഴുത് വെച്ചിട്ട് പോരാം. അല്ലെങ്കിൽ ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ 4-5 മണിക്കൂറൊക്കെ എടുക്കും ഒന്ന് കണ്ട് തൊഴുകയാണെങ്കിൽ. അമ്മായിക്ക് അവിടെ എല്ലാം നന്നായിട്ട് അറിയാം കേട്ടോ. പിന്നെ അവിടെ ഇവിടെ എല്ലാ സ്റ്റേജുകൾ, പിള്ളേരുടെ ഓരോ ഡാൻസ് കലാപരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. അരങ്ങേറ്റം കുറിക്കാൻ തോന്നുന്നല്ലേ. പിന്നെ ഫോണൊന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതൊക്കെ ടോക്കൺ എടുത്തിട്ട് നമ്മൾ അവിടെ ഭദ്രമായിട്ട് ഏൽപ്പിക്കണം. പിന്നെ വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽപ്പായസം, ഭഗവാന് ത്രിമധുരം, പഞ്ചസാര ഇത്യാദി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഒക്കെ അമ്മായി ചെയ്തു തന്നെനിക്ക്. ആദ്യത്തെ നമ്മൾ പോകുന്നതുകൊണ്ടൊന്നും നമുക്കിതൊന്ന് ഏറെക്കുറെ അറിയാൻ പറ്റിയില്ല. ഓരോ സ്ഥലങ്ങളെ എങ്ങോട്ട് ഇതിലേ പോകണമെന്നൊന്നും നമുക്ക് പിടികിട്ടില്ല. എനിവേ എനിക്ക് തോന്നണേ ഒരു ട്രിപ്പ് അല്ലെ 2 ട്രിപ്പ് കൂടെ വന്നു കഴിയുമ്പോൾ അല്ലേ ഏറെക്കുറെ നമുക്ക് മനസ്സിലാവാൻ തോന്നും കേട്ടോ. എൻ്റെ അമ്മായി പോകുന്നു. പിന്നെ ഇവിടുന്ന് പോയപ്പോൾ ഒന്നും കഴിച്ചില്ല. അമ്മായി ചായ കൊണ്ടുവന്നായിരുന്നു. പിന്നെ പഴവും നട്ട്സും ഒക്കെ ഞങ്ങളിരുന്ന് കഴിച്ചു. പിന്നെ ഭഗവാനെ തൊഴുത്. പിന്നെ സപ്താഹവേദിയുണ്ട്, അവിടെ കയറി വായിക്കുന്നതൊക്കെ കേട്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ ഭഗവാനെ കണ്ട് തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി. അതിനകത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അമ്മായി പുസ്തകമൊക്കെ ആയിട്ടാണ് പോയത്. നാമജപമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നടത്തി തിരികെ ഞങ്ങൾ പോരുകയാണ് കേട്ടോ. ബസ്സിൽ കയറിയിരുന്നു. അമ്മായി ഉറക്കം തുടങ്ങി. 5:30 ആയപ്പോഴത്തേനും എത്തി. മോൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. അമ്മായിയെ കൊണ്ടുവന്നാക്കി അമ്മായിയുടെ വീട്ടിൽ. പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു 5:45 സമയം. ഇനിവേ എനിക്ക് തോന്നുന്നു നമ്മൾ പോകുമ്പോൾ നമ്മളൊരു ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്കെല്ലാം കണ്ട് മനസ്സിലാക്കി വരാം കേട്ടോ. എല്ലാവരും പോയി കാണേ.